ഹായ് സ്റ്റുഡൻസ്, അപ്പം ഞാനിന്ന് കീമിൻ്റെ ഒരു റാങ്ക് പ്രഡിക്ഷൻ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇൻഡെക്സ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ഞാൻ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കീം ഇൻഡെക്സ് സ്കോർ ഫോർ ബി ആർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടിയ നാറ്റ സ്കോറും അതുപോലെ തന്നെ +2% കൂടി ഒരു പ്രത്യേക രീതിയിൽ കൂട്ടിയിട്ടാണ്. പ്രത്യേക രീതി വെച്ചാൽ വേറെ ഒന്നുമില്ല, നാറ്റ സ്കോർ അതുപോലെ തന്നെ എടുക്കുക, എന്നിട്ട് +2% മൾട്ടിപ്ലൈഡ് വിത്ത് 2 അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. സ്റ്റേറ്റ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് +1 +2ൻ്റെ അഗ്രിഗേറ്റ് ആയിട്ട് വരുന്ന ടോട്ടൽ പെർസെൻറ്റേജ് ആണ് കൺസിഡർ ചെയ്യുന്നത്. CBSE സ്റ്റുഡൻസിനെ പറ്റി പറയുമ്പോൾ +2ത്തെ പെർസെൻറ്റേജ് ആണ് അവർക്ക് എടുക്കുന്നത്. ICSE ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്കോർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ഇനിയിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. പ്രീവിയസ് ആയിട്ട് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനൊരു എക്സാമ്പിൾ ചെയ്യുന്നത്. അപ്പോൾ +2 ബോർഡ് പെർസെൻറ്റേജ് 99.66 ആയിരുന്നു. നാറ്റ സ്കോർ 151 ആയിരുന്നു. അപ്പോൾ അത് × 2 ചെയ്ത് ആഡ് ചെയ്ത് വരുമ്പോൾ 350 ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പഠിച്ചിരുന്ന മരിയ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒരു ഇൻഡെക്സ് സ്കോറായിട്ട് വന്നത്. ആ കുട്ടിക്ക് 4th റാങ്ക് ആണ് പ്രീവിയസ് ഇയേഴ്സിൽ വന്നിട്ടുള്ളത്. കുട്ടി ഇപ്പോൾ CETയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ള ആ റാങ്ക് പ്രഡിക്ഷനിലേക്ക് കിടക്കാം. റാങ്ക് പ്രഡിക്ഷൻ ഞാൻ ചെയ്യുന്നത് ഇതുവരെ വന്നിട്ടുള്ള നാറ്റോ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ആഴ്ചയിലത്തെ നാറ്റോ എക്സാം കുറച്ച് ടഫായിരുന്നു എന്നൊക്കെ പല കുട്ടികളും പറയുന്നുണ്ട്. അപ്പോൾ വരുന്ന ആഴ്ചകളിൽ നാറ്റോ എക്സാം ടഫ് ആവുകയോ അല്ലെങ്കിൽ കൂടുതൽ ഈസി ആവുകയോ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. എന്നാലും ഒരു റഫ് ഐഡിയ അബൌട്ട് യുവർ റാങ്ക് ആൻഡ് ഏതൊക്കെ കോളേജിലാണ് കിട്ടാൻ സാധ്യത എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ റാങ്ക് പ്രഡിക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റാങ്ക് പ്രഡിക്ഷൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് കിടക്കാം. നിങ്ങളെല്ലാവരും ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്ന ആ ഒരു സെഷനാണ് റാങ്ക് പ്രഡിക്ഷൻ. അപ്പോൾ എൻ്റെ ഒരു പ്രഡിക്ഷൻ അനുസരിച്ച് 360 എബോവ് ആയിരിക്കും കിട്ടുന്ന കുട്ടികൾക്ക് 1 മുതൽ 5 വരെയുള്ള റാങ്കുകൾ വരാനാണ് സാധ്യത. 355 എബോവ് ആകുമ്പോൾ ഒരു 25-ന് അടിയിൽ റാങ്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. 350 എബോവ് വരുമ്പോൾ ബിലോ 50 റാങ്ക് വരാനാണ് സാധ്യത. 340 എബോവ് വരുമ്പോൾ ബിലോ 100 റാങ്ക് വരാനാണ് സാധ്യത. 330 എബോവ് ആകുമ്പോൾ ബിലോ 200 250 ആ ഒരു റേഞ്ചിലേക്ക് വരും. 310 എബോവ് ആണ് നിങ്ങളുടെ സ്കോറെങ്കിൽ ബിലോ 500 എങ്കിലും വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് ജനറൽ കാറ്റഗറിയിലെ റാങ്കിൻ്റെ ഒരു പ്രഡിക്ഷനാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു ഏകദേശ ഐഡിയ പ്ലാനിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു റാങ്കൊക്കെ തന്നെ കിട്ടിയാലും നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടിയില്ലെങ്കിൽ പോലും പ്രൈവറ്റ് കോളേജിൽ മെറിറ്റ് സീറ്റ്സ് കിട്ടുന്നതായിരിക്കും.